ദിയാസന ആദിലയോടും നൂറയോടും പറയാണ്, ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും പേരൻസും എല്ലാവരും റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ഉണ്ട്. അതാണ് ആ ഒരു സർപ്രൈസാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഇതിൽ വലുത് നിങ്ങൾക്കിനി എന്താ വേണ്ടത്? വേറെ ഒന്നും വേണ്ട. എന്നാലും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം കിട്ടിയ കുറേ സംഭവങ്ങളുണ്ട്, കുറേ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും. അതൊക്കെ വച്ചിട്ടാണ് പറയുന്നതെന്ന് ആദില പറയുന്നുണ്ട്. ദിയാസന പറയുന്നുണ്ട്, ഈ വാതിൽപ്പടിക്ക് അപ്പുറത്ത് വെച്ച് ഞാനൊരു സംഭവം പറഞ്ഞില്ലേ, എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം. അതിനകത്താണ് കാര്യം. ഞങ്ങൾ കളിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്. ഇവൾക്ക് ടീമായിട്ട് കളിക്കുമ്പോൾ ഇവളുടേത് റാഞ്ചാന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ പടച്ചോൻ എന്നെക്കാട്ടി ഇച്ചിരി ബുദ്ധി ഇവൾക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുമെന്ന് ആദില പറയുന്നുണ്ട്. ദിയാസന പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ പഞ്ചാര മാത്രം അടിച്ചാൽ മതി മോളെ, അതിൽ മാത്രം വീഴില്ലേ. നൂറ ചിരിച്ചുകൊണ്ട് പറയണം, നിങ്ങൾ പോയേ എവിടുന്ന്. നൂറയുടെ ഒരു ചിരി എന്ന് പറഞ്ഞാൽ വെറും ബോറാണ് നൂറ ചിരിക്കുന്നത്. ആ ഒരു ഭാഗം വരുമ്പോഴേ ആരായാലും ലൈവ് കാണുന്നൊരു സ്കിപ്പ് അടിച്ച് കാണും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കമൻസുകളാണ് വരുന്നത്. നിങ്ങളൊന്ന് വെളിയിലിറങ്ങി നോക്ക്. അപ്പോഴത്തേനും നൂറ പറയാണ്, അയ്യോ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് നൂറയുടെ ചിരി ഒരു വൃത്തികെട്ട ചിരി. ഇന്ദ്രൻ്റെ മീശവിരിയല്ല, സ്പെഷ്യൽ മീശവിരിയലെന്ന് ദിയാസന ഷാനവാസിനോട് പറയുന്നുണ്ട്. അപ്പോഴും നൂറ ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പേര് ടുട്ടു എന്നാണെന്ന് ആദില പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ദിയാസന പറയുന്നുണ്ട്, ഇവൾക്കത് ബുദ്ധിയുണ്ട്. ഇവൾ കറക്റ്റായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് അനുസരിച്ച് അവൾ നിൽക്കുന്നത്. പക്ഷേ എപ്പോഴും എല്ലാവരെയും പെട്ടെന്ന് അങ്ങ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ആദില എന്ന് ദിയാസന പറയുന്നുണ്ട്. നമ്മുടെ പാസ്റ്റിൽ അനുഭവിച്ച ആ ഒരു എക്സ്ട്രീം ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇവിടെ നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. അത് വെച്ചിട്ട് ഇതിനകത്ത് കളിക്കുന്ന ആൾക്കാരായിട്ടൊന്നും അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ലെന്നും പറയുന്നുണ്ട്. റിലേറ്റഡ് ആവാനുള്ള കാരണം അത് വേറെയും ഇത് എക്സ്ട്രീമിലി വേറെ കാര്യമാണെന്ന് പറയുന്നുണ്ട്. ഇവർക്ക് ചെറുതായിട്ടുള്ള ഹിൻറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ദിയാസന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതുവരെ. ഇത് ജസ്റ്റ് ഗെയിമാണ്. അതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച വേറെ കാര്യങ്ങളാണെന്ന് ദിയാസന പറയുന്നുണ്ട് ആദിലയോട്. ജാസ്മിൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ ഹിറ്റ്ലർ? ദിയാസന പറയുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഓരോ എപ്പിസോഡും എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയും എന്തുവാടെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ എൻ്റെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ല. നമുക്ക് പിന്നെ കാണുമ്പോൾ ഒരു അയ്യേ എന്നൊരു സംഭവം വരുമെന്നാണ് ദിയാസന പറയുന്നത്. ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊന്ന് സ്റ്റോർ റൂമിലോട്ട് വെക്കുന്ന ദിയാസന ബിഗ് ബോസിനോട് വിളിച്ച് പറയുന്നുണ്ട്.